പിതാവ് ഉറങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം താൻ അറിഞ്ഞ രഹസ്യം മറ്റൊരു പിതാവിനോട് കൂടി പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുഞ്ഞിന്റെ ജീവിതമെങ്കിലും രക്ഷിക്കാമായിരുന്നു എന്ന നീറുന്ന ചിന്ത യോസേപ്പ് പിതാവിന്റെ ഉറക്കം കെടുത്തി, അദ്ദേഹത്തിന്റെ മനത്തെ നൊമ്പരപ്പെടുത്തി, ഹൃദയത്തെ വിങ്ങിപ്പൊട്ടിച്ചു. സ്നേഹമുള്ളവരെ, ചെയ്യാൻ സാധിക്കുമായിരുന്ന നന്മകൾ നമ്മുടെ സ്വാർത്ഥത കൊണ്ടും മടി കൊണ്ടും ചെയ്യാതിരിക്കുന്നതിനെയാണ് നിസ്സംഗത എന്ന് പറയുന്നത്. ചെയ്യാൻ സാധിക്കുമായിരുന്ന നന്മകൾ നമ്മുടെ സ്വാർത്ഥത കൊണ്ടും നിസ്സംഗത കൊണ്ടും ചെയ്യാതിരിക്കുന്നതിനെയാണ് നിസ്സംഗത എന്ന് പറയുന്നത്. ഈ നിസ്സംഗത ഇന്ന് നമ്മുടെ ബന്ധങ്ങളെ കൊറോണ പോലെ കാർന്നു പിടിച്ചിരിക്കുകയാണ്. എല്ലാ തരത്തിലും നമ്മുടെ ബന്ധങ്ങളെ നിസ്സംഗത മേലാകെ ആവരണം ചെയ്തിരിക്കുകയാണ്. വീട്ടിൽ കയറി വന്ന യാചകനോട് കുട്ടി ചോദിക്കുകയാണ്, എന്തെങ്കിലും തരണമേ എന്ന യാചകന്റെ ചോദ്യത്തിന് കുട്ടി മറുചോദ്യം ചോദിക്കുകയാണ്, ഫേസ്ബുക്ക് ഉണ്ടോ, വാട്സപ്പ് ഉണ്ടോ, ഇൻസ്റ്റഗ്രാം ഉണ്ടോ? റേഷൻ കാർഡിൽ പോലും പേരില്ലാത്ത ആ മനുഷ്യൻ നീറുന്ന മനസ്സുമായിട്ട് ആ ഭവനം വിട്ടിറങ്ങുമ്പോൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, ആ കുട്ടി എന്നോട് ഫേസ്ബുക്ക് ഉണ്ടോ, ഇൻസ്റ്റഗ്രാം ഉണ്ടോ എന്നെല്ലാം ചോദിച്ചു. പക്ഷേ വിശക്കുന്നുണ്ടോ എന്ന് മാത്രം ചോദിച്ചില്ല. വിശക്കുന്നുണ്ടോ എന്ന് മാത്രം ചോദിച്ചില്ല. ലോകത്തിലെ ഏറ്റവും പുണ്യപ്പെട്ട ചോദ്യമാണ് വിശക്കുന്നുണ്ടോ എന്നുള്ളത്. ലോകത്തിലെ ഏറ്റവും പുണ്യപ്പെട്ട ചോദ്യമാണ് വിശക്കുന്നുണ്ടോ എന്നുള്ളത്. കവി പാടുകയാണ്, അറിയാമെനിക്ക് അകലങ്ങളിലുള്ളവരെ, അറിയില്ല എനിക്ക് അടുത്തുള്ളവരെ. ലോകത്തെ എല്ലാവരും പരിചയക്കാരാണ്. ഫേസ്ബുക്കിൽ ആയിരക്കണക്കിന് സുഹൃത്തുക്കളാണ്, ഇൻസ്റ്റഗ്രാമിൽ 10,000-കണക്കിന് ഫോളോവേഴ്സാണ്. പക്ഷേ കൂടെ ജീവിക്കുന്നവരെ, ഒരു കൂരയ്ക്ക് കീഴിൽ ഒന്നിച്ച് ജീവിക്കുന്നവരെ നമ്മൾ മനസ്സിലാക്കാനും അംഗീകരിക്കാനും മറന്നു പോവുകയാണ്. We forget to follow our family members. വലിയൊരു നിസ്സംഗത. സ്നേഹിച്ചു കൊല്ലുക എന്ന് പറയുന്ന മലയാള പദം നിങ്ങൾ കേട്ടിരിക്കാം, നിങ്ങൾ ഉപയോഗിച്ചിരിക്കാം. അക്ഷരാർത്ഥത്തിൽ സ്നേഹിച്ചു കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നത്. സ്വന്തം കാമുകനോടൊപ്പം ഒളിച്ചോടി പോകാനായിട്ട് പിഞ്ചു കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന ശരണ്യ എന്ന പെൺകുട്ടി, സ്നേഹിച്ചവന് വിഷം കലക്കി ഇഞ്ചിൻ ചായ്ക്കുന്ന ഗ്രീഷ്മ, മനുഷ്യനെ ഇറച്ചു വെട്ടുന്ന ലാഘവത്തിൽ വെട്ടി നുറുക്കി പിന്നെ തിന്നാമെന്ന ആവേശത്തോടുകൂടി ഉപ്പിലിട്ട് വെച്ച ഇളന്തോർ വാർത്തകൾ, ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ബന്ധങ്ങളുടെ നിസ്സംഗതയിലേക്കാണ്. ബന്ധങ്ങളുടെ നിസ്സംഗതയിലേക്കാണ്. മേയുന്ന 2 ആടുകളിൽ ഒരാടിന്റെ കഴുത്തിൽ കത്തിവെച്ച് കഴിയുമ്പോൾ ആ ആടിന്റെ കഴുത്തിൽ നിന്നും രക്തം തെറിച്ചു വീഴാത്ത പുല്ല് നോക്കി മേയുന്ന മറ്റൊരാടിനെ കുറിച്ച് ആനന്ദ് എന്ന എഴുത്തുകാരൻ എഴുതുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതാണ് മൃഗീയത എന്ന് പറയുന്നത്. ഇതേ മൃഗീയത മനുഷ്യനും സംഭവിച്ചിരിക്കുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിലെ ആറാട്ടുപുഴയിലെ ഒരമ്മയെ വീട്ടുകാർ പുറത്താക്കി വീടിന് പുറത്ത് കിടത്തിയപ്പോൾ തെരുവു നായ്ക്കൾ മുഖം കടിച്ചു പറിച്ചു കൊന്ന സംഭവം നമ്മൾ കേട്ടു. മനുഷ്യനിലെ മൃഗീയതയാണ് ആ അമ്മയെ പുറത്താക്കിയതും പുറത്തിരുത്തിയതും. തെരുവു നായ്ക്കളേക്കാൾ മൃഗീയമായിരുന്നു ആ മക്കളുടെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഇന്നും നിങ്ങൾ കേട്ടിരിക്കും ഒരു മകള് അമ്മയെയും അപ്പനെയും വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കിയ സംഭവം. താമരശ്ശേരിയിലെ ജന്മം നൽകിയ സ്വന്തം അമ്മയെ ആഷിഖ് എന്ന് പറയുന്ന മകൻ കൊന്നതിനെ തുടർന്ന് ആ മകനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് മോനെ നീ നിന്റെ അമ്മയെ കൊന്നത് എന്നുള്ളത്. ആഷിഖ് കൊടുക്കുന്ന മറുപടി ഭീകരമാണ്, എന്നെ ജനിപ്പിച്ചതിന് എന്റെ അമ്മയെ ഞാൻ കൊന്നിരിക്കുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ സ്കൂളുകളിൽ മുടക്കുന്ന കൊലവിളികളെ കുറിച്ച് നമ്മൾ കേട്ടു. നമ്മൾ 3Gയിൽ നിന്നും 4Gയിലേക്കും 4Gയിൽ നിന്നും 5Gയിലേക്കും ഒക്കെ വികസിച്ചു കഴിഞ്ഞു. പക്ഷേ അവിടെയൊക്കെ മറന്നു പോകുന്ന കുറെ ജിമാരുണ്ട്. മാതാജി, പിതാജി, ഗുരുജി. കുറെ മാസങ്ങൾക്ക് മുമ്പ് കോട്ടയം സംക്രാന്തിയിൽ ലൂക്കോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സ്വയം കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്തു. എന്തിനാണ് ഈ മനുഷ്യൻ, സകല സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളുമുള്ള ഈ മനുഷ്യൻ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് ചിന്തിക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നാം തിരിച്ചറിയുന്നത്. ഈ മനുഷ്യന് 2 കുട്ടികളാണുള്ളത്. താൻ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം മൊത്തം മുടക്കി ഈ 2 മക്കളെയും പഠിപ്പിച്ച് വിദേശത്ത് അയച്ച് അവരെ സെറ്റിൽഡ് ആക്കിയ ഈ അപ്പൻ ആകെ ആഗ്രഹിച്ചത് താൻ മരിക്കുന്നതിന് മുമ്പ് തന്റെ മക്കൾ തന്നെ ഒന്ന് അപ്പ, ഡാഡി എന്ന് വിളിക്കണം എന്നുള്ളതായിരുന്നു. ആ മക്കൾക്ക് അതിന് കഴിയുമായിരുന്നില്ല. അത്രയും ദേഷ്യവും വിരോധവുമായിരുന്നു സ്വന്തം അപ്പനോട്. നോക്കുക, ചോര നീരാക്കി വളർത്തിയ മക്കള് തന്നെ ഒന്ന് ഡാഡി എന്ന് വിളിക്കണമെന്നൊരു അപ്പന്റെ ആത്മരോധനമാണ് അദ്ദേഹത്തെ കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. പിറ്റേന്ന് ഈ അറുക്കപ്പെട്ട കഴുത്തുമായിട്ട് നിലത്ത് കിടക്കുന്ന ലൂക്കോച്ചിനെ ആദ്യം കാണുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ചെയ്യുന്നത് കേട്ടാലും നാം ഞെട്ടിപ്പോകും. ആ കത്തിയെടുത്ത് കഴുകി വൃത്തിയാക്കി അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം വിശുദ്ധ കുർബാനയ്ക്ക് പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ച് തിരിച്ചു വന്നതിന് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ ആത്മഹത്യാ വിവരം ഈ ഭാര്യ
പോലീസുകാരെ അറിയിക്കുന്നത്? ബന്ധങ്ങളുടെ നിസ്സംഗത. ഒരുപക്ഷെ നമ്മൾ കത്തിയെടുത്ത് ആരെയും കുത്തിക്കൊല്ലാറില്ല, ഒരുപക്ഷെ കത്തിയെടുത്ത് നമ്മൾ ആരെയും മുറിവേൽപ്പിക്കുന്നുമില്ലായിരിക്കും. പക്ഷെ ഓർക്കുക, നമ്മുടെ കൂടെ ജീവിക്കുന്നവരെ പലപ്പോഴും നമ്മൾ കുത്തി നോവിക്കാറില്ലേ നമ്മുടെ വാക്കുകൊണ്ട്? പലപ്പോഴും നമ്മൾ കുത്തിക്കൊല്ലാറില്ലേ നമ്മുടെ വാചകങ്ങൾ കൊണ്ട്? പലപ്പോഴും കുത്തി വേദനിപ്പിക്കാറില്ലേ നമ്മുടെ പെരുമാറ്റം കൊണ്ട്? ഓർക്കണം, വീട്ടിലെ അപ്പനെ, വീട്ടിലെ അമ്മയെ, വീട്ടിലെ ഭാര്യയെ, വീട്ടിലെ ഭർത്താവിനെ, വീട്ടിലെ മക്കളെ മാനിക്കാത്തവരും അംഗീകരിക്കാത്തവരും എത്ര തിരികൾ ഈ വിശുദ്ധന്മാരുടെയും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ കത്തിച്ചാലും അത് കരിന്തിരികൾ മാത്രമാണെന്ന് ഓർക്കുക. എത്ര പ്രാർത്ഥനകൾ ഈ ദേവാലയങ്ങളിൽ തീർത്താലും അത് വെറും വെള്ളത്തിൽ വരച്ച ജലം പോലെ, വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്ന് ഓർക്കുക. ഈ നിസ്സംഗതയെ നമുക്ക് എങ്ങനെ മറികടക്കാനായിട്ട് പറ്റും? വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ കരുണയിലെ സമ്പന്നർ എന്ന ചാക്രിക ലേഖനത്തിൽ ഈ നിസ്സംഗതയെ മറികടക്കാനുള്ള 3 പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഒന്നാമത്തത് സ്നേഹത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണ്. പലപ്പോഴും നമ്മുടെ പരാതികള് സ്നേഹനിരാസത്തിന്റെ പരാതികളാണ്. അവൾ എന്നെ സ്നേഹിക്കുന്നില്ല, അവൻ എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും മാനിക്കയില്ല ഞാൻ മാനവ മൂല്യങ്ങൾ, മാനിച്ചിടാത്തൊരു നീതിശാസ്ത്രത്തെയും. ക്രിസ്തു ഇത്തരമൊരു സ്നേഹത്തിന്റെ ബദൽ ജീവിതം നയിച്ച ആളാണ്. ഈശോ പറഞ്ഞ കഥകളിലും ചൊല്ലിയ മൊഴികളിലുമൊക്കെ ഈ സ്നേഹം വല്ലാതങ്ങ് അണപൊട്ടി ഒഴുകുന്നുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ, നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാമത്തെ വാക്യം. യേശു പറഞ്ഞ ഉപമയിലെ ക്ലാസിക്കൽ ഉപമ എന്ന് പറയുന്നത് നല്ല സമരിയാക്കാരന്റെ ഉപമയാണ്. മുറിവേറ്റവനെ കണ്ട് നടിക്കാതെ പോയവർക്ക് പിന്നാലെ വന്ന മനുഷ്യൻ, ഗുഡ് സമരിറ്റൻ, നല്ല സമരിയാക്കാരൻ. ആ സമരിയാക്കാരന്റെ ഉപമയ്ക്ക് ഇന്നൊരു തിരുത്തൽ ആവശ്യമാണ്. ആരാണ് എന്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തോടു കൂടിയാണ് ആ സുവിശേഷ ഭാഗം നമ്മളോട് ധ്യാനം ആവശ്യപ്പെടുന്നതെങ്കിൽ ഇന്ന് നമ്മൾ വായിക്കേണ്ടത് ഞാൻ ആരുടെ അയൽക്കാരൻ എന്ന ധ്യാന ചിന്തയോടുകൂടിയാണ്. ഞാൻ ആരുടെ അയൽക്കാരനാണ്? സ്നേഹം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്, സ്നേഹ എന്ന് പറയുന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് സ്നേഹം എന്ന പദം ഉണ്ടാകുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആരെയും വേദനിപ്പിക്കാതിരിക്കുന്നത്, ആരെയും മുറിപ്പെടുത്താതിരിക്കുന്നത്. ആ ഒരു വികാരമാണ് യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറയുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു, വേദനകളെ അതിജീവിക്കാനുള്ള ഏറ്റവും വലിയ പ്രത്യാശയാണ് സ്നേഹിക്കുക എന്ന കർമ്മം. നമ്മുടെ വേദനകളെ, നമ്മുടെ പ്രതിസന്ധികളെ, നമ്മുടെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള ഏറ്റവും വലിയ പ്രത്യാശയാണ് സ്നേഹം എന്ന കർമ്മം. ക്യാൻസർ ബാധിച്ച് വേദനിച്ച് പിടയുന്ന സമയത്ത് ഒരു 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി എഴുതിയ കവിത ഞാൻ വായിക്കാം. എങ്ങനെയാണ് വേദനകളെ നമുക്ക് സ്നേഹം കൊണ്ട് അതിജീവിക്കാൻ പറ്റുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. കള്ളം പറയാൻ നമ്മൾ പഠിക്കണം. കൊതിയോടെ കഴിക്കാൻ വെച്ച മധുരം കൂടപ്പിറപ്പ് ചോദിച്ചാൽ എനിക്ക് വേണ്ട എന്ന് കള്ളം പറയണം. സ്നേഹമുള്ളവരെ വേദനിപ്പിക്കും വിധം സംസാരിച്ച് പിന്നീട് വിഷമമായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയണം. ഒരുപാട് തിരക്കുള്ള സമയത്ത് ഇഷ്ടമുള്ളവർ വിളിച്ചാൽ തിരക്കാണോ എന്നതിന് അല്ല എന്ന് പറയണം. മനസ്സിൽ തിരയടിക്കുമ്പോഴും എതിരെ വന്നയാൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറയണം. എല്ലാം കഴിഞ്ഞ് ആ ദിവസത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സത്യം പറയാൻ മടിക്കരുത്. എല്ലാം കഴിഞ്ഞ് ആ ദിവസത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സത്യം പറയാൻ മടിക്കരുത്. എന്റെ വേദനകളെ ഞാൻ സ്നേഹം കൊണ്ട് അതിജീവിച്ചുവെന്ന്. എന്റെ വേദനകളെ ഞാൻ സ്നേഹം കൊണ്ട് അതിജീവിച്ചുവെന്ന്. വേദനയെ മറികടക്കാനുള്ള മനുഷ്യന്റെ കഠിന പരിശ്രമത്തിന് സ്നേഹത്തിന്റെ ഭാഷ നൽകിയിരിക്കുകയാണ് ഈ പെൺകുട്ടി. നിർബന്ധങ്ങളില്ലാതെ, നിബന്ധനകളില്ലാതെ നിസ്വാർത്ഥമായി സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. മതത്തിന്റെ വേലിക്കെട്ടുകളില്ലാതെ, റീത്തുകളുടെ വേലിക്കെട്ടുകളില്ലാതെ, ജാതിയുടെ വേലിക്കെട്ടുകളില്ലാതെ നാം എല്ലാം ഒന്നാണ് എന്ന ചിന്തയിൽ പരസ്പരം സ്നേഹിക്കാനും ആ ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കുവാനും നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന കാര്യം ഇതാണ്: നിസ്സംഗതയെ മറികടക്കാൻ ക്ഷമിക്കുക എന്നുള്ളതാണ്. യേശു എന്ന 33 വയസ്സുകാരന്റെ താക്കോൽ പദങ്ങളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നാം ഉറ്റുനോക്കേണ്ടത് കാൽവരി മലകളിലേക്കാണ്, അവന്റെ 7 മൊഴികളിലേക്കാണ്. ഈശോയുടെ ജീവിതവും സുവിശേഷവും കാച്ചിക്കുറുക്കി അവതരിപ്പിച്ചുകൊണ്ട് ആ 7 മൊഴികൾ പറയുമ്പോൾ ആദ്യത്തെ മൊഴി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, പിതാവായ ദൈവമേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളത്.
ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളത്. കുടുംബത്തിലെ സ്നേഹത്തിന്റെ അടിസ്ഥാന ശിലയായിട്ട് 2 വാക്കുകളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ 2 വാക്കുകൾ ഇതാണ്: എന്നോട് ക്ഷമിക്കണം, ഐ ആം സോറി. രണ്ടാമത്തെ വാക്കെന്ന് പറയുന്നത് നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇറ്റ്സ് ഓക്കെ ഡിയർ. തെറ്റുപറ്റുമ്പോൾ കൈകൂപ്പി മാപ്പ് ചോദിക്കാനും മാപ്പ് ചോദിക്കുന്നവനോട് ക്ഷമിക്കാനും കഴിയുക എന്ന് പറയുന്നതാണ് ഈ കാലഘട്ടത്തിലെ വിശുദ്ധി എന്നുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മളൊക്കെ ഒന്ന് ക്ഷമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ നമുക്കുള്ളൂ? നമ്മളൊന്ന് ക്ഷമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ നമ്മുടെ കുടുംബങ്ങളിലുള്ളൂ? നമ്മളൊന്ന് ക്ഷമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ളൂ? ഹിറ്റ്ലർ എന്ന കൊടും കൊലയാളിയെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. എങ്ങനെയാണ് ഹിറ്റ്ലർ ഒരു കൊടും കൊലയാളിയായിട്ട് മാറുന്നത്? ഹിറ്റ്ലറിന്റെ ചെറുപ്പത്തില് ഹിറ്റ്ലറിന്റെ അമ്മ മരിച്ചു പോകുന്നു, അപ്പൻ മറ്റൊരാളെ വിവാഹം ചെയ്യുന്നു. ഈ അപ്പൻ ഹിറ്റ്ലർ എന്ന മകനെ ഒരിക്കൽ പോലും മകനെ എന്ന് വിളിച്ചിരുന്നില്ല, മറിച്ച് പട്ടി എന്നാണ് വിളിച്ചിരുന്നത്. ഹേ മൈ ഡിയർ ഡോഗ് എന്നാണ് അദ്ദേഹം ഹിറ്റ്ലറെ വിളിച്ചിരുന്നത്, മുറിപ്പെടുത്തിക്കൊണ്ടിരുന്ന് വിളിച്ച്. രണ്ടാമത് വിവാഹം കഴിച്ചത് അദ്ദേഹം ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു. ഈ സ്ത്രീക്ക് എപ്പോഴൊക്കെ മാനസിക വിഭ്രാന്തി ഉണ്ടാകുമോ അപ്പോഴൊക്കെ ഹിറ്റ്ലർ എന്ന കുഞ്ഞു പയ്യനെ ഉപദ്രവിക്കുമായിരുന്നു. ഈ അപ്പനും ഈ രണ്ടാനമ്മയും സൃഷ്ടിച്ചെടുത്ത മുറിവുകൾ വളർന്ന് വ്രണമായി തീർന്നു കഴിഞ്ഞപ്പോൾ, പിന്നീട് ഭരണം പിടിച്ചെടുത്തപ്പോൾ ഹിറ്റ്ലർ ആദ്യം ചെയ്തത് സ്വന്തം അപ്പന്റെ കുഴിമാടം JCB കൊണ്ട് ഇടിച്ചു തകർക്കുകയാണ്. അതോടൊപ്പം തന്നെ വലിയൊരു പ്രഖ്യാപനം കൂടി നടത്തി: എന്റെ രാജ്യത്ത് മാനസിക വിഭ്രാന്തിയുള്ള ഒരാൾ പോലും കണ്ടുപോകരുത്, കൊന്നൊടുക്കി. നോക്കുക, ചെറുപ്പകാലത്ത് സംഭവിച്ച ചെറിയ മുറിവുകൾ വ്രണമായി തീർന്നത് വലിയൊരു അപകടകാരിയെ സൃഷ്ടിച്ചെടുത്തത് എങ്ങനെയെന്ന് നോക്കുക. ഹിറ്റ്ലറുടെ ജീവിതം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ക്ഷമിക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചാണ്. മാപ്പ് കൊടുക്കുന്നവന് ദൈവത്തിന്റെ മുഖമാണ് എന്നൊരു പറച്ചിലുണ്ട്. മക്കളുടെ ചെയ്തികൾക്ക്, ജീവിത പങ്കാളികളുടെ കുറവുകൾക്ക്, ചങ്ങാതിയുടെ ചതിക്ക് മാപ്പ് കൊടുക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കുമൊക്കെ ദൈവത്തിന്റെ മുഖമാണ്. മക്കളുടെ ചെയ്തികൾക്ക്, ജീവിത പങ്കാളിയുടെ കുറവുകൾക്ക്, ചങ്ങാതിയുടെ ചതിക്ക് മാപ്പ് കൊടുക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കുമൊക്കെ ദൈവത്തിന്റെ മുഖമാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന് 2 കൈകളും നീട്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് മുമ്പിൽ വെക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്: ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നുള്ളത്. ഓർക്കുക, നമ്മൾ എത്രത്തോളം ക്ഷമിക്കുന്നുവോ അത്രത്തോളം തന്നെയാണ് നമുക്കും ക്ഷമിക്കപ്പെടുക എന്ന് ഓർക്കുക. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യം: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുകയും അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുകയും അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. ക്ഷമയുടെ ഏറ്റവും നല്ല ഉദാത്ത മാതൃകയാണല്ലോ നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. തന്നെ കൊല്ലാൻ ശ്രമിച്ചവനോട് നിസ്വാർത്ഥമായിട്ട് അദ്ദേഹം ക്ഷമിക്കുകയാണ്. നോക്കുക, ക്ഷമിക്കാൻ കഴിയാത്ത മനസ്സുമായിട്ടാണ് ഈ വിശുദ്ധർക്ക് മുമ്പിൽ, ആ ദേവാലയത്തിന് മുമ്പിൽ നിങ്ങൾ പ്രാർത്ഥനകൾ ഒരുക്കുന്നതെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ വെറും വാചാലം മാത്രമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ അർത്ഥമില്ലാത്ത ചൊൽമൊഴികൾ മാത്രമാണെന്ന് ഓർക്കുക. മൂന്നാമതായിട്ട് നിസ്സംഗതയെ മറികടക്കാനുള്ള മാർഗമായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് പ്രത്യാശയോടെ കരുണയിൽ ജീവിക്കുക എന്നുള്ളതാണ്. പ്രത്യാശയോടെ കരുണയിൽ ജീവിക്കുക. ഒരു കെട്ടകാലത്താണ് നാം ജീവിക്കുന്നത്. അറുതിയില്ലാത്ത നോവിനും അണകെട്ടിയ വിലാപങ്ങൾക്കും അന്തമില്ലാത്ത വ്യാധികൾക്കും ബാഷ്പമായ സ്വപ്നങ്ങൾക്കും ഓർമ്മകളിലെ തീമഴയ്ക്കുമിടയിൽ നാം ജീവിക്കുമ്പോൾ 99-നെയും വിട്ട് കൂട്ടം തെറ്റിയ ഒന്നിനെ നെഞ്ചണയ്ക്കുന്ന നീതിബോധമായിട്ട്, ദൂരത്തിന്റെ ദൂരങ്ങളിൽ ഓടിമറഞ്ഞവനെ ഇടവേളകളില്ലാതെ ഹൃദയ വിചാരങ്ങളുമായി കാത്തിരിക്കുന്ന സ്നേഹപാഠമായിട്ട്, പ്രത്യാശയുടെയും കരുണയുടെയും ആത്മരൂപമായിട്ട് ജീവിക്കുന്ന, നമ്മുടെ മുമ്പിൽ ജീവിച്ചു കാണിച്ച ഒരു പുതിയ ജീവിത ശൈലിയാണ് ക്രിസ്തു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 4-ാമത്തെ വാക്യം: കരുണയുടെ കയറ് പിരിച്ച് ഞാൻ അവരെ നയിച്ചു, സ്നേഹത്തിന്റെ കയറ് തന്നെ. കരുണയുടെ കയറ് പിരിച്ച് ഞാൻ അവരെ നയിച്ചു, സ്നേഹത്തിന്റെ കയറ് തന്നെ. വയനാടിന്റെ ഉള്ളുപൊട്ടി ചുരുളുപൊട്ടിയ നാളുകളിൽ കരുണയുടെ തീച്ചൂളിയിൽ സ്നേഹം ചാലിച്ച് ഈ നാടും ഈ ഇടവകയും കയ്യും മെയ്യും മറന്ന് നിങ്ങൾ തീർത്ത പ്രത്യാശയുടെ അടുക്കളയിൽ നിങ്ങൾ വിളമ്പിയത് അണവറ്റാത്ത പ്രത്യാശയുടെയും കരുണയുടെയും രുചിഭേദങ്ങളാണ്. മനുഷ്യത്വത്തെ ഓർത്ത് നന്ദി പറയുകയാണ്, അഭിനന്ദിക്കുകയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എങ്ങനെ കരുണയുള്ളവരാകാം എന്ന് പറഞ്ഞുകൊണ്ട് 2 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, മനസ്സിലാക്കുക എന്നുള്ളത്. കൂടെ ജീവിക്കുന്നവരെ
കൂടെ താമസിക്കുന്നവരെ മനസ്സിലാക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കരുണ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നീതിപൂർവം പെരുമാറുക എന്നുള്ളതാണ് മാർപ്പാപ്പ പറയുന്നത്. ഒരാൾ മറ്റൊരാളെ അംഗീകരിക്കുന്നതാണ് യഥാർത്ഥ നീതി. ഒരാൾ മറ്റൊരാളെ അയാളുടെ കുറവുകളോടുകൂടി അംഗീകരിക്കുന്നതാണ് യഥാർത്ഥ നീതി എന്ന് പറയുന്നത്. ഹൃദയം പറ്റിയ മനുഷ്യരും മൃഗങ്ങളും പ്രകൃതിയും വരൾച്ചയും തകർച്ചയും ഒക്കെ അമിതഭാരത്തിന്റെ മുഖം നമ്മുടെ മേൽ ഏൽപ്പിക്കുമ്പോൾ പ്രത്യാശ കൊണ്ടും കരുണ കൊണ്ടും സ്നേഹം കൊണ്ടും അതിജീവനത്തിന്റെ സുവിശേഷമാകാൻ നമുക്ക് സാധിക്കട്ടെ. കരുണ എന്ന വാക്കിന് അധികം തെറ്റിദ്ധരിപ്പിച്ച വാക്കാണ്. നന്മ മരങ്ങൾ എന്ന പേരിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന പല വ്യക്തിത്വങ്ങളും നന്മയുടെ മരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ തീർക്കുന്നത് എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ട്. അവിടെയാണ് ക്രിസ്തുവിന്റെ കരുണയുടെ ജീവിത ശൈലി നാം ആവർത്തിക്കേണ്ടിയിരിക്കുന്നത്. ഒരു കുടയിൽ ഒരാൾക്ക് കൂടി നിൽക്കാമെങ്കിൽ മഴ ഒരു സംഗീതമാകും. ഒരു തണലിൽ ഒരാൾക്ക് കൂടി ഇടം കൊടുക്കാമെങ്കിൽ വെയിൽ നിലാവാകും. മണ്ണിലെ ഒത്തിരി ഇടം, മനസ്സിലെ ഇത്തിരി ഇടം മണ്ണിലെ ഒത്തിരി ഇടമാകും. അപ്പോൾ നക്ഷത്രങ്ങൾ നമുക്ക് മേൽ പ്രകാശം ചൊരിയും. സ്നേഹമുള്ളവരെ, ഈ സൗഹൃദം, ഈ കൂട്ടായ്മ, വേലിക്കെട്ടുകളില്ലാതെ നാം പുലർത്തുന്ന ഈ ഐക്യം സ്നേഹത്തിലും ക്ഷമയിലും കരുണയിലും ചാലിച്ച് ലോകത്തിനൊരു പുതിയ സുവിശേഷമാകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.